ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വന്നത് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഇത് കണ്ടാലൊരു കട്ട്ലേറ്റ് പോലെ തോന്നും, എന്നാൽ നമ്മൾ രണ്ട് ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് നല്ലൊരു സ്നാക്സാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല മധുരമുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം വേണം. നല്ലതുപോലെ പഴുത്ത് തൊലിയൊക്കെ കറുത്ത ഇതുപോലത്തെ ഏത്തപ്പഴമാണ് ആവശ്യം. ഇപ്പോൾ ഞാനൊരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാം. നമുക്കൊരു അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് ആദ്യം പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡാണ്. ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഈ ബ്രെഡ് നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. ബ്രെഡ് മൊത്തത്തോടെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് നമ്മൾ കൈകൊണ്ട് പൊടിച്ചെടുത്തു. ഇതുപോലെ കുറച്ച് തരിയോടുകൂടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പൗഡറൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചെടുക്കാം. ഇനിയും ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത ഏത്തപ്പഴം അതൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും നല്ലപോലെ വെന്ത് കിട്ടണം. നല്ല പഴുത്ത ഏത്തപ്പഴമായിരിക്കണം. ഇനി ഇത് നല്ലതുപോലെ ഇത് ഉടച്ചെടുക്കാം. നമ്മൾ തൊടുമ്പോൾ തന്നെ ഉടഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഉടഞ്ഞു കിട്ടണം. ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ ഏത്തപ്പഴം ഉടച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് മതിയാവും. ഇനി നല്ലതുപോലെ കൈകൊണ്ട് ഈ ബ്രെഡും പഞ്ചസാരയും അതുപോലെ ഏത്തപ്പഴം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കണം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ള ബ്രെഡും അതുപോലെ ഏത്തപ്പഴവും പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പഞ്ചസാരയും ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല സെറ്റായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ ഉറച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത്, ഇതിൽ നിന്നും കുറച്ചെടുത്ത് ആദ്യം ഒരു ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിലേക്ക് വെച്ചൊന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. നമ്മൾ കട്ട്ലേറ്റും വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കനം ഉണ്ടാകണം, എന്നാൽ ഒരുപാട് കനമായി പോവുകയും ചെയ്യരുത്. അതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഒരു ഷേപ്പ് ആക്കിയെടുക്കാം, ഒരു റൗണ്ട് കട്ട്ലേറ്റ് പോലെ. ഇപ്പോൾ നമ്മൾ ഷേപ്പ് ആക്കിയെടുത്തു. അതുപോലെ എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളറാണ്. ഇനി ചെയ്യേണ്ടത്, ഒരു തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് എണ്ണ ആവശ്യമില്ല, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇനിയും ചെയ്യേണ്ടത്, നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ റസ്ക് പൊടിയിലേക്ക് ഒന്ന് മുക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയൊന്നും ഉപയോഗിക്കുന്നില്ല, മുട്ടയൊന്നും ആവശ്യമില്ല. വെറുതെ റസ്ക് പൊടിയിലേക്കൊന്ന് കവർ ചെയ്തെടുക്കാം.
ഇതുപോലെ നമ്മൾ കവർ ചെയ്തെടുത്തു. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആ എണ്ണയിലേക്ക് ഇത് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു കാരണവശാലും ഗ്യാസ് കൂട്ടി വെക്കരുത്. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മിനിറ്റ് ഒരു സൈഡൊന്ന് വേകട്ടെ. 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഇനി മറു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഒരുപാട് പഴുത്തു പോയ ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ കളയരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വറുത്തെടുത്തു. ഇനിയും ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഏത്തപ്പഴവും ബ്രെഡും കൊണ്ടുള്ള സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഏത്തപ്പഴം തിക്ക എന്നൊക്കെ പറയാം. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.